ഇറാനുമായുള്ള സൈനിക സംഘർഷത്തിനിടയിൽ നടന്ന സുപ്രധാനവും രഹസ്യാത്മകവുമായ ഒരു വ്യോമ അപകടത്തിന്റെ ആഴവും അമേരിക്ക നേരിട്ട വൻ തിരിച്ചടിയും വെളിച്ചത്ത് കൊണ്ടുവരുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഓപ്പറേഷൻസ് ലയൺസ് റോർ എന്ന പേരിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തിയ സൈനിക നീക്കങ്ങൾക്കിടെ തകരാറിലായ US വ്യോമസേനയുടെ KC-135 സ്ട്രോട്ടോ ട്രാങ്കർ വിമാനം നീണ്ട 4.5 മാസത്തെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഒടുവിൽ ഇസ്രയേലിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ്. ഇസ്രയേലിന്റെ ഔദ്യോഗിക പബ്ലിക് ബ്രോഡ്കാസ്റ്ററായ കാൻ ന്യൂസ് ആണ് ഈ അത്യന്തം തന്ത്രപ്രധാനമായ വിവരം പുറത്തുവിട്ടത്. ഇറാനെതിരെയുള്ള വ്യോമാക്രമണ ദൗത്യങ്ങളിൽ പങ്കെടുത്ത അമേരിക്കൻ പോർ വിമാനങ്ങൾക്ക് ഇന്ധനം നിറച്ചു നൽകുന്ന ദൗത്യത്തിലായിരുന്നു ഈ KC-135 സ്ട്രോട്ടോ ട്രാങ്കർ വിമാനം നിയോഗിക്കപ്പെട്ടത്. ഈ ദൗത്യത്തിനിടയിലാണ് അടിയന്തരമായി ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൽ വിമാനത്തിന് ഇറങ്ങേണ്ടി വന്നത്. വ്യോമ മധ്യത്തിൽ വെച്ച് നടന്ന ഗുരുതരമായ അപകടത്തെ തുടർന്ന് വിമാനത്തിന് കടുത്ത കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇറാന്റെ കടുത്ത പ്രതിരോധ ആക്രമണങ്ങളോ അല്ലെങ്കിൽ സാങ്കേതിക തകരാറുകളോ ആകാം ഇതിലേക്ക് നയിച്ചതെന്നാണ് രാഷ്ട്രീയ സൈനിക നിരീക്ഷകർ കരുതുന്നത്. ഈ അപകടത്തോടെ അമേരിക്കൻ വ്യോമസേനയുടെ ആഗോളതലത്തിലെ സജ്ജീകരണത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. 4.5 മാസത്തിലേറെ നീണ്ട അതിസങ്കീർണമായ അറ്റകുറ്റപ്പണികൾക്കൊടുവിലാണ് വിമാനത്തിന് വീണ്ടും പറന്നുയരാൻ സാധിച്ചത്. ഇസ്രയേലിലെ സാങ്കേതിക വിദഗ്ധരും US എയർഫോഴ്സിലെ പ്രത്യേക സംഘവും ചേർന്നാണ് ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൽ വെച്ച് വിമാനം വീണ്ടെടുത്തത്. എന്നാൽ ഇതിനേക്കാൾ ഭയാനകമായ മറ്റൊരു വിവരവും കാൻ ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഓപ്പറേഷൻസ് ലയൺസ് റോർ ദൗത്യത്തിനിടെ തന്നെ അമേരിക്കയുടെ മറ്റൊരു KC-135 വിമാനം ഇറാഖിൽ വെച്ച് തകർന്നു വീണിരുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരമാണത്. അമേരിക്കൻ വ്യോമസേനയെ സംബന്ധിച്ച് ഒരേ ദൗത്യത്തിനിടയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ആകാശ ദുരന്തങ്ങളിലെ ഒന്നായിരുന്നു ഇത്. പോർ വിമാനങ്ങൾക്ക് ഇന്ധനം എത്തിച്ചു നൽകുന്ന ടാങ്കർ വിമാനങ്ങൾ യുദ്ധത്തിൽ ബാക്ക് ബോൺ അഥവാ നട്ടെല്ല് പോലെ പ്രവർത്തിക്കുന്നവയാണ്. മേഖലയിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ ശേഷിയും അതിർത്തി കടന്നുള്ള പ്രതിരോധ തന്ത്രങ്ങളും എത്രത്തോളം വിപുലമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ അപകടങ്ങൾ. അത്യാധുനിക അമേരിക്കൻ ടാങ്കർ വിമാനങ്ങൾ വരെ ലക്ഷ്യമിടാൻ ഇറാനിയൻ അനുകൂല ശക്തികൾക്ക് സാധിച്ചു എന്നത് വാഷിംഗ്ടണിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. ഈ വലിയ നാശനഷ്ടങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണ റിപ്പോർട്ടോ വിശദീകരണമോ നൽകാൻ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമായ പെന്റഗൺ ഇതുവരെ തയ്യാറായിട്ടില്ല. അമേരിക്കയുടെ ഈ മൗനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഊഹാപോഹങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ഇറാന്റെ പരോക്ഷ സഖ്യസേനകൾ വിക്ഷേപിച്ച അത്യാധുനിക മിസൈലുകളോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വാർഫെയർ സാങ്കേതിക വിദ്യയോ ആണോ ഈ വിമാനങ്ങളെ അപകടത്തിൽപ്പെടുത്തിയത് എന്ന ചോദ്യവും ശക്തമാണ്. പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ അമേരിക്കൻ പടയാളികൾ നേരിടുന്ന കടുത്ത അപകടങ്ങളുടെ യാഥാർത്ഥ്യമാണ് ഈ സംഭവം പുറത്തു കൊണ്ടുവരുന്നത്. വ്യോമാക്രമണങ്ങൾ നടത്തുമ്പോൾ സഖ്യസേനയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അമേരിക്ക നേരിടുന്ന വെല്ലുവിളികൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയായേക്കാം. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും തങ്ങളുടെ തന്ത്രപ്രധാന സൈനിക ആസ്തികൾ കേൾക്കുന്ന ഇത്തരം വലിയ ക്ഷതങ്ങൾ അമേരിക്കയ്ക്ക് വൻ സാമ്പത്തിക സൈനിക നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. 4.5 മാസത്തിന് ശേഷം കേടുപാടുകൾ തീർത്ത വിമാനം ഇസ്രയേൽ വിട്ടെങ്കിലും മധ്യപൂർവേഷ്യയിലെ ആകാശത്ത് ഇനിയും അപായ സാധ്യതകൾ ഒഴിവായിട്ടില്ല. സംഘർഷം കൂടുതൽ സങ്കീർണമായ തലത്തിലേക്ക് കടക്കുമ്പോൾ ഇനിയും ഇത്തരം അപകടം താങ്ങാൻ അമേരിക്കൻ വ്യോമസേനയ്ക്ക് സാധിക്കില്ല. യുദ്ധകളത്തിലെ ഈ പരാജയങ്ങളും തിരിച്ചടികളും ട്രംപ് ഭരണകൂടത്തിന് മേൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. സ്വന്തം സൈനികരുടെ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഈ സൈനിക നീക്കങ്ങൾ എത്രത്തോളം വിജയകരമാണെന്ന ചോദ്യം അമേരിക്കൻ കോൺഗ്രസിലും ശക്തമായി ഉയരുന്നുണ്ട്. ബെൻ ഗുറിയോണിൽ നിന്നും മടങ്ങിയ KC-135 വിമാനം കേവലം അറ്റകുറ്റപ്പണി കഴിഞ്ഞ ഒരു വിമാനം മാത്രമല്ല, മറിച്ച് ഇറാനെതിരെയുള്ള പോരാട്ടത്തിൽ അമേരിക്കൻ സഖ്യസേനയ്ക്ക് സംഭവിച്ച കനത്ത പാളിച്ചകളുടെയും ആരും അറിയാതെ പോയ ആകാശ ദുരന്തങ്ങളുടെയും ജീവനുള്ള തെളിവാണ്. പശ്ചിമേഷ്യൻ മണ്ണിൽ അജയ്യർ എന്ന അമേരിക്കയുടെ അവകാശവാദങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിയ ഓപ്പറേഷൻസ് ലയൺസ് റോർ സംഭവ വികാസങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ അന്താരാഷ്ട്ര നയതന്ത്ര തർക്കങ്ങൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്.